ഹായ്. അപ്പോൾ തമ്പുരാനാണ് സത്യം. ഒരു അത്രയ്ക്ക് വിഷമമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് വല്ലതുമൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്നും നൊന്ത് കഴിഞ്ഞാൽ വേദനിക്കുന്നത് കൂടപ്പിറപ്പിന് മാത്രമാണല്ലേ, മറ്റുള്ളവർക്കോ നാട്ടുകാർക്കോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കൂടപ്പിറപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുക. മാതാപിതാക്കൾക്കൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് അത് കണ്ടു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല. പറഞ്ഞു വരുന്നത്, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്, ചതിയുടെയും വഞ്ചനയുടെയൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരനെ പറ്റിയ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. പലരും തെറ്റിദ്ധരിച്ചിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ശരിക്കും അതല്ല കാര്യം. എൻ്റെ ബ്രദറിന്, എൻ്റെ സഹോദരന്, ആ പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സഹോദരനാണുള്ളത്. ഏറ്റവും പാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും സ്നേഹസമ്പന്നനും നിഷ്കളങ്കനും കുടുംബം നോക്കാൻ അത്രമേൽ നല്ലൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിനെ കൂട്ടുകാരെ സഹായിച്ചതിൻ്റെ പേരിൽ കുടുംബം പോലും പോകുന്നൊരവസ്ഥയിലാണ് ഉണ്ടത്. അതിൽ കുറേ കൂട്ടുകാരന്മാരെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. അതിലൊരു പണി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു പണിയാണ് കേട്ടോ. അത് കാരണം തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പറഞ്ഞു തന്നത്, കൂട്ടുകാരന് ജീവിക്കാൻ നിർവാഹമില്ലാന്ന് കണ്ടിട്ട് കടയ്ക്കൽ എന്നല്ല, മടത്തരമുള്ള ഒരു അരുണെന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഒരു 4-5 വർഷമായിട്ട് എൻ്റെ ഇക്കാടെ കൂടത്തിൽ കൂടിയിട്ട് കൂടെ നടന്നവനായിരുന്നു. ഈവൻ എൻ്റെ ഇക്കാടെ ജീവിതത്തിൽ വന്ന മുതൽ എൻ്റെ ഇക്കാക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. വീട്ടുകാരെല്ലാം അറിയാവുന്നവരെല്ലാം പറഞ്ഞ് അവൻ ചെയ്യില്ല, അവൻ ചതിയനാണ്, പറ്റിക്കും എന്നൊക്കെ പണ്ട് കേൾക്കുന്നില്ല. അവസാനം അവനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാന്ന് കണ്ടിട്ട് ഒരു ബസ് അവൻ ഓടി ഫിനാൻസ് അടച്ചോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസ്തുവിൻ്റെ ഇതുണ്ടല്ലോ പറ്റിക്കിട്ടി വെച്ചിട്ട് ബസ് എടുത്ത് കൊടുത്തു. ഇവൻ 1.5 വർഷം കൊണ്ട് കിടന്നിട്ട് ഫിനാൻസ് അടയ്ക്കാവട്ടെ ടാക്സ് അടയ്ക്കാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫിനാൻസുകാർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അടയ്ക്കാതെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ വണ്ടി എടുത്ത് വേറെ ഫ്രണ്ടിന് കൊടുത്തു. അവിടെയും ചതിയാണെന്ന് ഓർത്തോളാം. ആ ഫ്രണ്ടും അടയ്ക്കാതെ വന്നപ്പം നമ്മൾ പറഞ്ഞ് ആ സമയത്തെല്ലാം എൻ്റെ പുറത്തായിരുന്നു. വണ്ടി സറണ്ടർ ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിനാൻസും ടാക്സും അടയ്ക്കേണ്ട ബാധ്യത ആർക്കാ? അതിൻ്റെ RC ഓണറായ ആൾക്കാണല്ലോ. അങ്ങനെ നമ്മൾ വീട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ കുറച്ച് അടച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടാക്സ് വന്ന് കിടക്കുകയാണ്. നല്ലൊരു എമൗണ്ട് ഉണ്ട് ടാക്സ്. അപ്പോൾ ഈ ഫിനാൻസുകാർ വണ്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അവരത് പേര് മാറാണ്ട് വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. കേസിൻ്റെ പുറകെ പോയി സമയം വെറുതെ വേസ്റ്റ് ആവണം, ഒന്നും ആവണില്ല, തീരുമാനമൊന്നും ആവുന്നില്ല. ഇപ്പോൾ റവന്യൂ റിക്കവറി ആയിട്ട് മറ്റൊരു വസ്തു ഏകദേശം കൈവിട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു. RT ഓഫീസ് കയറി ഇറങ്ങി ശരിയാവുന്നില്ല. കാരണം വലിയൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഇതാവുകയാണ്. അപ്പോൾ നല്ലൊരു വക്കീലിനെ കാണണം, അവർക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് മാനസികമായിട്ടും ഇതുപോലെ വിശ്വസിച്ചവരിൽ നിന്ന് അടി കിട്ടിയത് കാരണം വല്ലാണ്ട് മാനസിക ബുദ്ധിമുട്ട് ആയി. അത് മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിലാണ്. പുള്ളി ഒന്നും നേടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. കൂട്ടുകാരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കുടുംബം നശിച്ചു പോയൊരു ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാനാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് മനസ്സ് വല്ലാതെ നീറുവാണ് കേട്ടോ. അപ്പോൾ ആരെയും ഈ പറഞ്ഞ കണക്ക് വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് പറയുന്ന കണക്ക് നമ്മുടെ പേരിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വാഹനം എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ 100 വട്ടം ആലോചിക്കുക. അവൻ അടയ്ക്കാൻ കഴിവുള്ളവനാണോ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നിലനിർത്തി നമ്മൾ ഒരിക്കലും വണ്ടി ആർക്കും കൊടുക്കരുത്. കാരണം അത് ഈ വണ്ടി കൊണ്ടുപോയിട്ട് അല്ല ഇടിച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ കുടുങ്ങണത് RC ഓണർ തന്നെ ആയിരിക്കൂലേ. അപ്പോൾ നിഷ്കളങ്കർക്ക് ഇക്കാലത്ത് ഒരു വിലയില്ല. അവരെ പറ്റിക്കാൻ എല്ലാവരും കാണും. ഒന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനില്ല കേട്ടോ. അതാണ് ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ.
ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച മുച്ചുന്നാണൊക്കെയായിരുന്നു. രാജാവിനെ പോലെ കൊണ്ടു കിടക്കുമായിരുന്നു. ഒന്നും ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ അവൻ മറ്റേത് മറിച്ചത് ഇത് പറയാനേ ആൾക്കാരില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ. എന്നാലും ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം വേറൊന്നുമില്ല.